റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട്. സംഭവ ബഹുലമായ ചരിത്രങ്ങളാണല്ലോ മഹാനവറുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ ശത്രുപക്ഷത്തായിരുന്ന മഹാനായ ഉമർ തങ്ങൾ, പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആഇൻ്റെ കാരണമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ചരിത്രമുണ്ട്. അത് ഓരോ മുഅ്മിനിൻ്റെ മനസ്സിലും ഇടം പിടിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ്. നമുക്ക് അവിടെ നിന്നും മഹാനവറുകളെ കുറിച്ച് തുടങ്ങാം. ഉമർ റളിയല്ലാഹു അൻഹു വീരശൂര പരാക്രമിയായിരുന്നു. ഖുറൈശികളുടെ കൂട്ടത്തിൽ വളരെ തണ്ടും തടിയും ധൈര്യവും ഒരാളായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാലത്ത് അറിയാമല്ലോ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെയുള്ള സ്വഹാബത്തും ഇസ്ലാമിൻ്റെ പരസ്യ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയ സമയം, ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്ക ഖുറൈശികൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനും അവിടുത്തെ അപായപ്പെടുത്താനും അവിടുത്തെയും അതുപോലെ തന്നെ കൂടെയുള്ള സ്വഹാബത്തിൻ്റെയും അവരുടെ കുടുംബങ്ങളെയും മുതലുകളെയും ഒക്കെ അപഹരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നൊരു കാലം. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ വധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു രംഗമുണ്ട്. മഹാനവറുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് പറയും, ഉമറേ, നീ എവിടെ പോകുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ തലയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മോനെ, ആദ്യം നിൻ്റെ കുടുംബം നന്നാക്കൂ. നിൻ്റെ പെങ്ങളായ ഫാത്തിമയും അവരുടെ ഭർത്താവും ഇസ്ലാമിലേക്ക് കടന്നു എന്ന് മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു, വല്ലാതെ രോഷാകുലനായി. ഉടനെ തന്നെ പെങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് വാതിൽ മുട്ടുന്നു. പുറത്ത് നിന്ന് തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിൻ്റെ സ്വരമാധുര്യം അവിടുത്തെ കർണപുടങ്ങളിൽ അടിക്കുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്വഹാബിയുണ്ട് ഈ മഹദിയുടെ വീട്ടിൽ, അവിടത്തെയും ആ ഭർത്താവിനെയും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഖുർആനിൻ്റെ ശബ്ദമാധുര്യം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് കേൾക്കുകയാണ്. അത് കേട്ട മഹാനായ ഉമർ തങ്ങൾ വാതിലുമുട്ടുന്നു. എന്നിട്ട് പെങ്ങളോട് ചോദിച്ചു, എന്താണ് ഇവിടെ കേട്ടത്? അപ്പോൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗത്യന്തരമില്ല എന്നറിഞ്ഞപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് ചോദിക്കുന്നു. സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. മഹദി അവറുകളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നാണ് ഇസ്ലാമിൻ്റെ ആ ഒരു ഹിദായത്ത് അവിടുത്തെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് ആ ഖുർആനിൻ്റെ ഏട് തൻ്റെ കൈകളിലേക്ക് തരാൻ വേണ്ടിയിട്ട് പറയുന്നു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടോ അതിനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത്, ഇത് ശുദ്ധിയില്ലാത്തവർക്ക് തരാൻ കഴിയില്ല, അങ്ങനെ നീ പോയി വൃത്തിയായിട്ട് വരൂ, കുളിച്ച് വരൂ, ശുദ്ധിയായി വരൂ എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയിട്ട് ശുദ്ധിയായിട്ട് വരുന്നു. അങ്ങനെ ഖുർആൻ കൊടുക്കുന്നു, വായിച്ചു നോക്കുന്നു. ഉടനെ തന്നെ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇതായിരുന്നു അവിടുത്തെ ഇസ്ലാമിലേക്ക് കടന്നു വരവുമായി ബന്ധപ്പെട്ട ആ വളരെയേറെ പ്രധാനപ്പെട്ട ആ ഒരു ചരിത്ര സംഭവം. വളരെ ചുരുക്കിയാണ് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഹാനവറുകൾ അതിനുശേഷം ഇസ്ലാമിൻ്റെ അഭിവാജ്യ ഘടകമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ യുദ്ധത്തിലും അതുപോലെ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മഹാനവറുകളുടെ ഒരു കൈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ രണ്ടാം ഖലീഫയായിട്ട് തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഗാന്ധിജി പോലും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉമറിൻ്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ
ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്നായിരുന്നു. വളരെ നീതിമാനായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാ കാര്യത്തിലും കണിശമായ നീതി പുലർത്തി ഒരു മാതൃകാ യോഗ്യ ഭരണം നയിച്ച മഹാനായിരുന്നു പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രങ്ങൾ ഇനിയും നമുക്ക് പങ്കുവെക്കാനുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ നടന്ന ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കിനിയും അത് പറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മദദ്, അവിടുത്തെ സഹായം, അവിടുത്തെ തിരുനോട്ടം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ മഹാനവറുകളുടെ സംഭവബഹുലമായ ജീവിതത്തിലെ ഏടുകൾ നമുക്ക് പറഞ്ഞു പോകാം എന്നുണർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.